പോലീസിന്റെ നിഷ്ക്രൂരത വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. കഞ്ചാവ് വീടി വലിച്ചതിന് കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളെ കോന്നി സ്റ്റേഷൻ പരിധിയിലെ ഒരു തോട്ടത്തിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തി. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കോയിപ്പുറം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലിപ്പറമ്പിൽ വീട്ടിൽ KM സുരേഷിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രാമടം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇളക്കൊള്ളൂർ പാലം ജംഗ്ഷൻ സമീപം ബിജു ഫിലിപ്പിന്റെ ആംഗോസ്റ്റീൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നതായും മേലാസകലം ചൂരൽ കൊണ്ട് അടിച്ചതിന്റെ പാടുണ്ടെന്നും അടയാളപ്പെടുത്തുന്നുണ്ട്. സംഭവം നടന്നപ്പോൾ അസ്വാഭാവികത മരണത്തിന് കോന്നി പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മാരക പരിക്കുകൾ പുറത്തു വന്നിട്ടും FIRലെ വകുപ്പുകൾ മാറ്റി കൊലപാതകം സംശയിച്ചുള്ള അന്വേഷണം ഇതുവരെയായും തുടങ്ങിയിട്ടില്ല എന്നും പരാമർശങ്ങൾ ഉന്നയിച്ചു വരുന്നു. മാർച്ച് 17 വൈകിട്ട് 6:45 വരയന്നൂർ സബ്കാലിന് സമീപത്തു നിന്നാണ് പോലീസ് പെട്രോളിംഗ് പരിപാടിയിൽ ഗ്രേഡ് SI S ഷൈജു, CPO അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി മാറ്റി കളയുകയായിരുന്നു. അന്തരീക്ഷത്തിൽ നിന്നും കഞ്ചാവിന്റെ മണം ഉണ്ടെന്ന് സംശയിച്ചുകൊണ്ടാണ് സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പെട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു വന്നത്. കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നു ഇതെന്നും പോലീസ് അവകാശപ്പെടുന്നു. തിരുവല്ലയിൽ നിന്നും വാങ്ങിയതാണെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് തിരുവല്ല DYSPയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഇയാളുടെ ബൈക്ക്, മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. മാർച്ച് 19 വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്പുറം സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിച്ചത്. 22 കോന്നിയിലെ തോട്ടത്തിൽ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് രാത്രി 3 പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയതായി മാതാവും അവകാശപ്പെടുന്നുണ്ട്. സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായും കോന്നി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1 വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ്. മാർച്ച് 19 ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നാണ് കോയിപ്പുറം സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കോന്നി DYSP രാജപ്പൻ റാവുത്തർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വാരിയലുകൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. തൂങ്ങി മരിച്ചതിനിട്ട FIR മാത്രമാണ് നിലവിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ മാറ്റി FIR ഇട്ടിട്ടില്ലെന്നും DYSP വ്യക്തമാക്കി. തൂങ്ങി മരണമാണ് സുരേഷിന്റേത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ശരീരത്തിലേറ്റ പരിക്കുകൾക്ക് വലിയ പഴക്കമില്ലെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോയിപ്പുറം പോലീസ് 2ാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിടം മുതലാണ് ദുരൂഹത ഉടലെടുക്കുന്നത്. ഇയാളെ ജീവനോടെ വിട്ടയച്ചോ അതോ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയോ എന്ന സംശയം വളരെയധികം ഉയർന്നു വരികയും ചെയ്യുന്നു. കോയിപ്പുറത്തുകാരനായ സുരേഷ് എന്തിന് ജീവനൊടുക്കാൻ 25 കിലോമീറ്റർ അകലെ തനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത കോന്നിയിലെ തോട്ടം തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യവും ഇവിടെ വളരെയധികം വ്യത്യസ്തമായ ഒരു കേസിന്റെ നിർണായക ചോദ്യം എന്ന് നിൽക്കുന്നു. സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും വിവരം രഹസ്യമാക്കി വെച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മരിച്ച സുരേഷിന്റെ വീട്ടുകാർക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് പോലീസിന് വലിയ തുണയായി മാറുകയും ചെയ്തു. നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും പിടിച്ചു വെച്ചത് സുരേഷിന് മാനസിക വിഷമം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ് മരിച്ച് 1 മാസത്തിന് ശേഷം ബൈക്കും ഫോണും സഹോദരന് കൈമാറുകയായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു രേഖയും പോലീസിന് സൃഷ്ടിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും കേസിൽ ദുരൂഹത ഇനിയും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കുകയും കുറ്റക്കാർ ആരായാലും അവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. പോലീസിന്റെ നിഷ്ക്രൂരമായ പ്രവൃത്തി വീണ്ടും വർദ്ധിച്ചു വരികയാണ്. 50 വയസ്സുള്ള ഒരു വ്യക്തിയെ പോലീസ് കേസിൽ കുടുക്കിയതിനു ശേഷം വിട്ടയച്ചതിന്റെ പേരിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു. 4 വാരിയലുകൾ തകർന്നുകൊണ്ട് ജീവനൊടുക്കിയ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഇതിന്റെ സത്യം എന്താണ്? പോലീസിന്റെ ക്രൂരകൃത്യം ഇദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പോലീസ് കഞ്ചാവ് കേസിൽ പിടികൂടുകയും അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ അടുത്തുള്ള എസ്റ്റേറ്റിൽ നിന്നും മൃതശരീരം കണ്ടെടുക്കുകയായിരുന്നു. പോലീസ് മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ അതോ ഇദ്ദേഹം മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ വാരിയലുകൾ എങ്ങനെ മുറിഞ്ഞു? ലാത്തിക്കടിയേറ്റ പാടുകൾ എങ്ങനെ ഉണ്ടായി?
ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ആ സാധാരണക്കാരന്റെ ജീവൻ എന്ത് പറ്റി എന്നുള്ളത് ഇനിയും വ്യക്തമാകാത്ത ചോദ്യമായി തന്നെ നിലനിൽക്കും. പോലീസിന്റെ നിഷ്ക്രൂരമായ പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ചെയ്തത് എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമാകുന്നില്ല. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് കുറ്റവാളികൾ ആരായാലും അദ്ദേഹത്തിന്റെ ജീവൻ ഇല്ലാതാക്കിയതായാലും അവരെയെല്ലാം പ്രതിക്കൂട്ടിൽ തന്നെ എത്തിക്കേണ്ടത് പോലീസിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. സംഭവം ഇപ്പോൾ കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്.